Hello everyone. So it's day 3. Instead of doom scrolling, I step out of my comfort zone and planned a solo beach date. അങ്ങനെ ഞാൻ രാവിലെ തന്നെ KSRTC കയറി, പിന്നെ ഓട്ടോ കയറി, ലാസ്റ്റ് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. ഈ ഏരിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പുഴയും അപ്പുറത്തെ ഭാഗത്ത് കടലും, അതായത് പുഴ കടലിനോട് ചേരുന്ന ഒരു പാർട്ടാണ്. അപ്പം കണ്ണൂരർക്ക് ഓൾറെഡി അറിയായിരിക്കാം കവായി ഐലൻഡ്, അതിൻ്റെ ഇപ്പുറത്താണ് ബീച്ചുള്ളത്. ഇനി ഞാനെപ്പോഴും ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അധികം സമയം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഈ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നത് എന്നെ എപ്പോഴും എൻ്റെ റൂമിനുള്ളിൽ തന്നെ ഇരിക്കുന്നതിനും അതേപോലെ എപ്പോഴും ഫോണിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നതിനും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡൂം സ്ക്രോളിങ് ആൻഡ് സിറ്റിംഗ് ഇൻ മൈ റൂം, ഞാൻ ഇന്ന് ഈ ഒരു ബീച്ച് ഡേറ്റ് തിരഞ്ഞെടുത്തു. കണ്ണൂരുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണിത്, കവായി. ഇവിടെ ഒരു സൈഡിൽ ബീച്ച്, മറ്റേ സൈഡിൽ പുഴയാണ്. അങ്ങനെ ഞാൻ ആ പുഴ കടന്ന്, അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ബോട്ടിലാണ് വന്നത്. അത് കഴിഞ്ഞ് ഒരു ചെറിയ തുരുത്ത് പോലെയുള്ള പാർട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡിലാണ് ബീച്ചുള്ളത്. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് അധികം പോപ്പുലർ ആവാത്തത് കൊണ്ടാണോ കുറേ പേര് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ അധികം തിരക്കുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനും സ്വന്തമായിട്ട് ജേർണൽ ചെയ്യാനും വായിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചുറ്റുമാണെങ്കിൽ കുറേ മരങ്ങൾ, പിന്നെ 1-2 വീടെങ്ങാനേ ഉള്ളൂ ആ തുരുത്തിൽ താമസിക്കുന്നവർ തന്നെ. ബാക്കി ആ സമയം അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്ന സമയത്ത്. ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ് എനിക്ക് ആദ്യം തോന്നിയത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കുറേ ഷെൽസൊക്കെ നോക്കി. അവിടെ മനോഹരമായിട്ട് പല നിറത്തിലുള്ള ഷെൽസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് തിരയണ്ണലാണ് എൻ്റെ മെയിൻ പണി. ഇത് എനിക്ക് മാത്രം ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എത്ര സമയം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാലും എനിക്ക് ബോറടിക്കത്തില്ല. അതിപ്പം ഇവിടെ ബീച്ച് നോക്കി ഇരിക്കുന്നതാണെങ്കിലും ഞാൻ എൻ്റെ റൂമിലിരിക്കുന്നതാണെങ്കിലും എവിടെയാണെങ്കിലും ഒറ്റയ്ക്ക് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കത്തേ ഇല്ല. എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാനുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഇത് കണ്ടോ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേങ്കിൽ ഇതിപ്പം ഞാൻ അവിടെ രാവിലെ ഒരു 7 മണിക്ക് ചെന്നിട്ട് വൈകിട്ട് വരെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ എനിക്ക് ബോറടിച്ചേ ഇല്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത ഓരോ സെക്കൻഡും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളുപരി ഞാൻ എനിക്ക് തന്നെ എന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് എനിക്ക് തന്നെ കുറച്ച് സമയം കൊടുക്കുന്നു. ആ കാഴ്ചകളൊക്കെ കറക്റ്റ് ഞാൻ ആ ബീച്ച് എൻജോയ് ചെയ്തു. ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ വൈബ്, കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. ആ ബീച്ച് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ് വേറെയാണ്. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അവിടെയുള്ള ഓരോ ഷെല്ലും, അത് ഭയങ്കര ഡിസൈനുള്ള ഷെല്ലുകൾ, പിന്നെ ഞണ്ടുകൾ നടക്കുന്നത്, മണൽത്തരികൾ. പിന്നെ ഞാൻ അന്ന് അവിടെ ഒറ്റയ്ക്ക് കുറേ നേരം ഇരുന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡയറിക്കകത്ത് ജസ്റ്റ് ഒരു ആർട്ട് ചെയ്തു. നോർമലി ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് ചെയ്തത്, അതുപോലെ ചെയ്തതാണ്. അതിനകത്ത് പശ തേച്ചിട്ട് കുറച്ച് മണൽ വെച്ചു, പിന്നെ അതിനകത്ത് അവിടെ നിന്ന് കിട്ടി കുറച്ച് ഷെല്ല് ഒട്ടിച്ച് വെച്ചു. ഇത് കുറേ നാൾ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പം നല്ല രസമായിരിക്കും അല്ലേ. ഞാൻ ഒറ്റയ്ക്ക് അന്ന് അവിടെ സ്പെൻഡ് ചെയ്ത ദിവസത്തെ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു മെമ്മറിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഇതിൽ ഓരോ സീഷലും നോക്കിക്കേ, എത്ര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണല്ലേ.
ഓരോന്നിൻ്റെ കളറ് ഡിസൈൻ എല്ലാം വ്യത്യാസമാണ്. എനിക്ക് ഓരോ ഷെല്ലെടുക്കുമ്പോഴും എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പൈനിൻ്റെ ചെറിയ കായ അത് ഒട്ടിച്ച് വെക്കാൻ നോക്കി, പക്ഷേ അത് ഇരിക്കത്തില്ല ബുക്ക് ക്ലോസ് ചെയ്യുമ്പം. അപ്പം പിന്നെ ഞാനത് കളഞ്ഞു. എന്നിട്ട് അതിൽ മണൽ സ്പ്രെഡ് ചെയ്തു. ആ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ് അവിടുത്തെ ആ മണലും വെള്ളമൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറാണ്. നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് അവിടെ മണ്ണിലിരിക്കാനൊന്നും തോന്നത്തില്ല. പക്ഷേ അതുപോലെയല്ല, അവിടെ ഭയങ്കര രസമാണ്. എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഈ കടൽ കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നിട്ട് കടൽ വന്ന ഭാഗത്ത് കുറച്ച് വേസ്റ്റൊക്കെ അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പോൾ നോർമലായിട്ട് ബീച്ച് നമ്മൾ സാധാരണ ഇരിക്കുന്ന ഭാഗമൊക്കെ ഭയങ്കര ക്ലിയറാണ്. ഈ വെള്ളമൊക്കെ കണ്ടില്ലേ, നമുക്കവിടെ വേണമെങ്കിൽ ഇരുന്ന് എത്ര സമയം വേണമെങ്കിലും കളിക്കാൻ തോന്നും. അങ്ങനെ ഇൻസ്റ്റെഡ് ഓഫ് ഡൂം സ്ക്രോളിങ് ഇന്ന് അവിടെ പോയിട്ട് ആ ഒരു ഫുൾ ഡേ ആ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട്, അതും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്തത് എനിക്ക് ഭയങ്കര ബ്ലിസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ബീച്ച് എനിക്ക് ഇഷ്ടമാണ്, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുകൂടാതെ ഡൂം സ്ക്രോളിങ് ഒഴിവാക്കി വാട്ടെവർ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ അതിന് ശേഷം ഞാൻ അതേപോലെ തന്നെ ഒരു തിരിച്ചുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ബോട്ട് പിടിച്ചു. പിന്നെ ഇപ്പുറത്ത് പുഴയുടെ കരയിൽ വന്നിട്ട് ഒരു കോണൊക്കെ കഴിച്ച്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.